പയ്യന്നൂർ ഫണ്ട് തിരിമറിയെ തുടർന്നുണ്ടായ സംഘർഷം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. നോട്ടീസ് അവതരിപ്പിക്കാൻ യോഗ്യമല്ലെന്നും സബ്മിഷനായി അവതരിപ്പിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. വിഷയം സഭയിലല്ലാതെ മറ്റെവിടെ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഇന്ന് ലഭിച്ച നോട്ടീസ് പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചു, പരിക്കേൽപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവത്തെ സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകി ബഹുമാനപ്പെട്ട അംഗം ശ്രീ സജീവ് ജോസഫിന് ഇക്കാര്യം ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ്. ഓർഡർ. സാർ, ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. സാർ, ഇത് പ്ലീസ് ഓർഡർ ആക്കണം. ഫ്ലോർ ഓർഡർ ആക്കണം. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഫ്ലോറിൽ ഇരിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കില്ല. നോ സീറ്റിലിരിക്കണം. സീറ്റിലിരിക്കുന്നില്ലെങ്കിൽ തരില്ല. യെസ്, എനിക്ക് മൈക്ക് തരാൻ ലുക്ക് അങ്ങ് അങ്ങനെ ടീമിനെ ഇരുത്തിക്ക്. അതൊക്കെ എനിക്ക് മൈക്ക് തരില്ലെന്നൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങയോട് പറയുന്നത് അങ്ങയുടെ ഭാഗം തന്നെ എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുമ്പോൾ ശരിയാണ്. അങ്ങ് ചെയറിലിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. റൂൾ 50യുമായി ബന്ധപ്പെട്ട് ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു വിഷയത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ ഒരു MLAയുടെ വസതിയിലേക്ക്, ഓഫീസിലേക്ക്, ഞങ്ങളുടെയൊക്കെ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യം എന്ന് പറഞ്ഞത്? സേഫ് സെന്റ് ലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ്, പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദം അത് എങ്ങനെ നിയമസഭയിൽ എത്തിക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം? ശൂന്യവേളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുമ്പോൾ തന്നെ അത് കൊണ്ടുവരണമെന്നുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. പയ്യന്നൂരിൽ മധുസൂദൻ MLAയുടെ മായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. അവിടത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പറഞ്ഞിരുന്നത്. എന്നാൽ അടിയന്തര പ്രാധാന്യമില്ലെന്നും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയില്ലെന്നുമുള്ള നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എവിടെയാണ് ഉന്നയിക്കേണ്ടത്? നിയമസഭയിലല്ലാതെ എവിടെ ഉന്നയിക്കും എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. തുടർന്ന് അരമണിക്കൂറോളം ബഹളം നീണ്ടു നിന്നു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. സഭാ നടപടികളുമായി അപ്പോഴും സ്പീക്കർ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇന്ന് പുറത്തിറങ്ങിയത്. ഈ പരാതി പോലീസിന് കിട്ടിയ പരാതി, അത് പാർട്ടിക്ക് കിട്ടിയ പരാതി അത് പോലീസിന് കൈമാറണം. പാർട്ടിയല്ലേ ഇത് അന്വേഷിക്കേണ്ടത്, പോലീസാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ള ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദിവ്യ.